നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ബിരിയാണി, ഹൈദരാബാദി ബിരിയാണിയിലൂടെ വളരെയധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ഒരാളുടെ സ്റ്റോറിയാണ്. ഒരു യാദൃശ്ചികമായിട്ട് ഒരു യാത്രയിൽ ബാംഗ്ലൂർ വെച്ചിട്ട് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടാൻ പറ്റും. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ പോയിട്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ എനിക്ക് ഒരു 2 വർഷം മുന്നേ ഒരിക്കൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ പോകാനും അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാനുള്ളൊരു ചാൻസ് കിട്ടും. വളരെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ഇതിനു മുന്നും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇദ്ദേഹമാണ് ഈ ഫേമിൻ്റെ ഈ ബിരിയാണി ഹോട്ടലിൻ്റെ ഓണറെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇദ്ദേഹത്തോട് വളരെ ഡൗൺ ടു എർത്ത്, ഇപ്പോഴും വേണമെങ്കിൽ ബിരിയാണി കുക്ക് ചെയ്യും, ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ അവിടെ നടന്ന് ജോലിക്കാരോടൊപ്പം പാത്രം എടുക്കാനോ എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയാനായിട്ട് അദ്ദേഹം തയ്യാറായി. ഒരിക്കൽ ഞാനവിടെ ചെന്ന ടൈമിൽ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഇതാണ് കഥ. ഇദ്ദേഹം പണ്ട് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരികയും അങ്ങനെ ബാംഗ്ലൂർ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് എന്തോ വളരെ പോക്കറ്റ് മണിയായിട്ട് കുറച്ച് കാശും, അത് തന്നെ വളരെ തുച്ഛമായിട്ടുള്ള കാശായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു സ്കില്ലുണ്ടായിരുന്നു. ഹൈദരാബാദ് ബിരിയാണി വളരെ ടേസ്റ്റോടെ ചൂടോടെ ഉണ്ടാക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ആ സ്കില്ല് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വെൽത്ത് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കഥയാണ്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഹൈദരാബാദ് ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്, വളരെയധികം ടേസ്റ്റിയാണ്. ഇപ്പോൾ ഒത്തിരി ചെയിൻസ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് അവർക്കുണ്ട് ഹൈദരാബാദും പിന്നെ ബാംഗ്ലൂരുമായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹം ഇങ്ങനെ ബാംഗ്ലൂർക്ക് വന്ന് ഹൈദരാബാദിൽ നിന്ന് ആകെ ഉണ്ടായിരുന്ന സ്കില്ലെന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കാനുള്ള കഴിവാണ്. ഇപ്പോഴും അവിടെയുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല ചൂടോടെ ഹൈദരാബാദ് ബിരിയാണി എപ്പോഴും കിട്ടും. അതോടൊപ്പം 1-2 ചിക്കൻ ഐറ്റംസ് ഉള്ളൂ, അത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഡിഷ്. പക്ഷേ ഉള്ള ഐറ്റം ടേസ്റ്റിയാണ്, ക്വാളിറ്റിയാണ്, അത്ര ടേസ്റ്റായിട്ട് കിട്ടും. അദ്ദേഹം ബിരിയാണി ഉണ്ടാക്കി വിൽക്കാനായിട്ട് കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ്റെ പേരിൽ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു, ആളുകൾ വാങ്ങിക്കൊണ്ടേയിരുന്നു. ചെറിയ ഹോട്ടൽ സെറ്റപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലാഭം കിട്ടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ലാഭം അത് എടുത്ത് മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഗോൾഡ് വാങ്ങാൻ തുടങ്ങി. ബിസിനസ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഗോൾഡിലും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഗോൾഡ് ബിസ്ക്കറ്റായിട്ടാണ് വാങ്ങിയത്. പുള്ളി ബിസ്ക്കറ്റായിട്ട് വാങ്ങി വെക്കുകയും ആ ബിസ്ക്കറ്റ് ഒരു കുറച്ചധികം കിലോസ് ആയ ടൈമിൽ അത് വിറ്റിട്ട് അദ്ദേഹം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഹൈദരാബാദ് ഭാഗത്താണ് മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഹൈദരാബാദ് ബാംഗ്ലൂരായിട്ടൊക്കെ ലാൻഡിൽ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ അങ്ങനെ പോയി. അതോടൊപ്പം തന്നെ ലാഭം വരുന്നത് റീഇൻവെസ്റ്റ് ചെയ്യുക. സെയിം ടൈം അദ്ദേഹം ഈ ഗോൾഡിലും ബിസ്ക്കറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ലാൻഡിലും കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ലാൻഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി വന്നിട്ട് ടൈമിൽ അതിൽ ബിൽഡിങ്സ് കെട്ടി അത് റെൻറ്റിന് കൊടുക്കാൻ തുടങ്ങി. അതേമാതിരി തന്നെ പല സ്ഥലങ്ങളിലേക്കും ഈ ഹൈദരാബാദി ബിരിയാണി വ്യാപിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ ബിസിനസ് നന്നായിട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ ലാൻഡ് പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. ഹൈദരാബാദ്, ആന്ധ്ര, ഹൈദരാബാദ്, തെലുങ്കാന, അതേമാതിരി തന്നെ ബാംഗ്ലൂരുമായിട്ട്. അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ബിരിയാണി ബിസിനസ് നന്നായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി ഉണ്ടാക്കി വിൽക്കുന്ന റെസ്റ്റോറൻറ്റ്സാണ്. എന്നാൽ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന റെൻ്റൽ ഇൻകം അദ്ദേഹത്തിന് വളരെയധികം ഒരു ഇൻകം സോഴ്സായിട്ട് വരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ബിരിയാണി ബിസിനസ്സിൽ നിന്ന് വരുന്ന ഇൻകം തന്നെ റെൻ്റൽ ഇൻകമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നൊരു ചുറ്റുപാടാണ് ഉണ്ടായത്. ഇത് സാധാരണ നമുക്ക് എല്ലാ ബിസിനസ്സുകാർക്കും അതിൽ നിന്ന് പഠിക്കാനായിട്ട് ഒത്തിരി പാഠങ്ങളുണ്ട്. നമുക്ക് ഒരു ബിസിനസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ മാത്രം റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് പകരം വേറൊരു ആൾട്ടർനേറ്റ് അസറ്റ് ക്ലാസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം കണ്ടത്. ഗോൾഡിൽ സംഭവിച്ചതിന് അപ്രീസിയേഷൻ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾഡിൽ മാത്രം നിൽക്കാതെ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. ലാൻഡിൽ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചു. ഇതിലൂടെ അദ്ദേഹം വളരെയധികം നല്ലൊരു വെൽത്ത് ക്രിയേറ്ററായി നിൽക്കുകയും നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി നമുക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത് നമുക്കെല്ലാവർക്കും ഒരു റോൾ മോഡലാക്കി എടുക്കാവുന്ന ഒരു സ്റ്റോറിയാണെന്ന് വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ഇതേമാതിരത്തെ സ്റ്റോറി നിങ്ങളുടെ ആരെങ്കിലും അടുത്തും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക. അതൊരു ഡിസ്കഷൻ പോയിൻ്റായി ഇരിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.